ലൂക്കോസ് 5:5 നിങ്ങൾക്കറിയാവുന്ന കാര്യമോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിൽ നിന്റെ വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. എൻ്റെ പ്രതീക്ഷയിലെ ഈ പത്രോസ് എന്ന് പറയുന്ന ആള് മീൻ പിടിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ, മീൻ പിടിക്കുന്ന ആ വഞ്ചിക്കകത്ത് ഒരു സ്രാങ്ക് എന്ന് പറഞ്ഞൊരാൾ കാണും, ഹെഡ്, എൻ്റെ തലപ്പാൻ പുള്ളിയായിരിക്കും. പുള്ളിയും കൊണ്ടേ ആളുകൾ പോകത്തുള്ളൂ. അതിൻ്റെ കാരണം മീൻ്റെ ഇളക്കം അവർക്ക് വേഗത്തിൽ അറിയാം. അവരാണ് എവിടെ വലയിടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സ്രാങ്കായ എൻ്റെ ഭാഷയിൽ പറഞ്ഞ തലപ്പനായി കഴിഞ്ഞാൽ പത്രോസിനും അറിയത്തില്ല മീൻ എവിടെയുള്ളതെന്ന്. വീശു നോക്കി, നടന്നില്ല. കണ്ടതാ മീൻ്റെ ഇളക്കം, പക്ഷെ കൈ വന്നില്ല എന്ന് പറഞ്ഞ മീൻ്റെ ഇളക്കം കണ്ടിട്ടാണ് പത്രോസ് വീശിയത്. പക്ഷെ ആ വലയിലകപ്പെട്ടില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എറിഞ്ഞതാ, നടന്നില്ല. പക്ഷെ കർത്താവ് അവനോട് പറയുവോ എന്ന് പറഞ്ഞ സ്വർഗം ഒരു കാര്യത്തെ തുറന്നപ്പോ അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത റിസോഴ്സായി. എനിക്ക് പത്രോസിനോട് ചോദിക്കാനുണ്ടോ, ഇത്രയും നേരം എവിടായിരുന്നു മീൻ ഒളിച്ചിരുന്നത്? അവൻ പറയും, അത് തന്നെയാ ബ്രദറെ ഞങ്ങൾക്കും അറിയാത്തത്. ഇത്രയും നേരം ഈ വഞ്ചിയുടെ വലതുവശത്ത് ഇതുണ്ടായിരുന്നു, അത് തന്നെയാ മനസ്സിലാകാത്തത്. നീ കാണാത്തതിനെ ദൈവം തുറന്നു തന്നാൽ അത് നിന്റെ വീടിന്റെ സ്ഥിതിഗതിയെ മാറ്റിക്കളയും. ചിലരോടുള്ള ദൂത് പറയുവാ, ഇതുവരെ നിന്റെ കൈകളിൽ വരാത്തതാ, എന്നാൽ ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാ. ഈ പകൽ സ്വർഗം തുറക്കുകയാണ്.